ഈ ഫീൽഡിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? കാര്യവട്ടത്തല്ലേ? എന്തോന്നു? ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. സിനിമ ഫീൽഡിനെ കുറിച്ച് അറിയാമോന്ന്? വലുതായിട്ടൊന്നും അറിയില്ല. ഇതിനു മുന്നേ എന്ത് ചെയ്യായിരുന്നു? പുറത്തിരിക്കുവായിരുന്നു. അതല്ലടോ ജോലി. 10 വർഷം കൊണ്ട് ഞാൻ ഒരു കഥയ്ക്ക് പിന്നാലെ അലയുകയായിരുന്നു. വാവ്. എന്റെ പേരെങ്ങനെ അറിയാം? എന്ത്? ബാബു. ആൾക്കാര് ബാബു എന്ന് വിളിക്കും. ത്രില്ലറാണോ? അല്ല, ഞാൻ റൈറ്റർ ബാബു. ഡോ സിനിമ ത്രില്ലറാണോന്ന്? ഒരു BCU ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതെന്തോന്ന്? ബാബു സിനിമ യൂണിവേഴ്സ്. പാപ്പവാൻ. കാസ്റ്റ്? ഹിന്ദു. ഡോ സിനിമയുടെ കാസ്റ്റ്? അത് സിനിമ ഇറങ്ങിയാലല്ലേ കിട്ടുള്ളൂ. എന്തോന്ന്? സിനിമയുടെ കാസറ്റ്. ഡോ കാസ്റ്റിംഗ് അഭിനയിക്കുന്ന ആരൊക്കെയാണ്? ഹോളിവുഡ്, മോളിവുഡ്, പ്ലൈവുഡ്, അങ്ങനെ എല്ലാ വുഡിന്നുണ്ട്. ബഡ്ജറ്റ് എത്ര? ഒരു 5000 കോടിയിൽ ഒതുക്കാം. ചെലവ് കുറയ്ക്കണം. സെറ്റിലെ ഫുഡ് കുറച്ച് ആവശ്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തൊക്കെയാ ഫുഡ്? രാവിലെയും വൈകിട്ടും ചായയും ബോണ്ടേ, ഉച്ചയ്ക്ക് ബോണ്ടേയും ചായയും. നായകന്റെ ഇൻട്രോ ഞാൻ പറഞ്ഞുതരാം. 110 വയസ്സ് കഴിഞ്ഞ നായകന്റെ അച്ഛനെ കൊല്ലാൻ വരുന്ന 500 ഗുണ്ടകൾ. ആഞ്ഞൊന്ന് തുമ്മിയ സ്പോട്ടി ചാവണ കിളവനെ കൊല്ല 500 ഗുണ്ടകളാ. ഓക്കെ. നാട്ടിൽ ഡോണാവാൻ വേണ്ടി മുംബൈയിൽ വരുന്ന നായകൻ. സലാം റോക്കി ബായ്. എന്നാ താൻ പറ. വില്ലൻ ഷാറൂഖ് ഖാൻ, പേര് നടേശൻ. നായകന്റെ കാമുകിയുടെ അച്ഛൻ ഋത്തിക് റോഷൻ, പേര് പാമ്പ് വേലായുധൻ. നായിക ആലിയ ഭട്ട്, പേര് പറക്കും ലത, ഓട്ടോ ഡ്രൈവറാണ്. നായകന്റെ ഫ്രണ്ട് ടോം ക്രൂസ്, പേര് മുള്ളൻ ചന്ദ്രപ്പൻ. മറ്റൊരു ഫ്രണ്ട് ജോൺസിന, പേര് പടക്കം ബഷീർ. സിനിമയുടെ പേരെന്താ? ലിറ്റിൽ അമേരിക്ക. ചോട്ടാ മുംബൈ കാണാത്ത ആരുമില്ല. ഇതാണോ താൻ 10 വർഷം കൊണ്ട് എഴുതിയ കഥ? എന്നാ ഒരു വെറൈറ്റി സ്റ്റോറി ഉണ്ട്. നായകൻ വിജയ് ദേവരകൊണ്ട, പേര് ദശമൂലം ദാമു. ഇറങ്ങി പോടാ. അമിതാഭ് ബച്ചനെ കൊണ്ട്, പേര് കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ. ഒരു വെറൈറ്റി കഥയുണ്ട്, ഇതുവരെ ആരും ഇറക്കാത്തൊരു ഐറ്റം. എന്താ? മീശ പിരിച്ചിട്ട് മോഷ്ടിക്കാൻ കയറുന്ന ഒരു കള്ള മാധവന്റെ കഥ. മീശ മാധവന്? അല്ല, ബിയേഡ് മാധവൻ, ബോളിവുഡാണ്. ഇറങ്ങി പോടാ. അവന്റെ അമ്മൂമ്മേരെ വെറൈറ്റി കുറെ. വേറൊരു കഥയുണ്ട്, സൂപ്പറാണ്. പുലിയൂരിലെ പുലികളെ വേട്ടയാടുന്ന മുരുകന്റെ കഥ. എങ്ങനെയുണ്ട്? ജോണി സിൻസാണ് നായകൻ.